NSH ഇംഗ്ലീഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാമത്തെ നോക്കണം. ഐ കുഡ് ഹാവ് കിൽഡ് യു. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥം വരിക. കുഡ് ഹാവ് കഴിയുമായിരുന്നു. അപ്പോൾ എന്താ വരിക? ഞാൻ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. കുഡ് ഹാവ് കഴിയുമായിരുന്നു. കിൽഡ് യു, എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് കിൽഡ് യു. അപ്പോൾ കുഡ് ഹാവിൻ്റെ മീനിങ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ തന്നെ കുഡ് ഹാവ് എന്ന് വെച്ചാൽ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അർത്ഥം. രണ്ടാമത്തെ, ഹീ കുഡ് പ്ലേ ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു. വി കുഡ് ഈറ്റ് ഡിന്നർ ടുഗദർ. വി കുഡ് ഈറ്റ് ഡിന്നർ ടുഗദർ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഡിന്നർ, രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. കുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നാലാമത്തെ, ഷീ കുഡ് ഹാവ് ഗോൺ ടു ദ പാർക്ക്. കുഡ് ഹാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഷീ കുഡ് ഹാവ് ഗോൺ ടു ദ പാർക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് പാർക്കിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് ഗോൺ ടു ദ പാർക്ക്. ദേ കുഡ് ഹാവ് ലിവ്ഡ് ഹിയർ എ ലോങ് ടൈം അഗോ. അവർക്ക് കുറച്ച് കാലം മുന്നേ ഇവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് ലിവ്ഡ്, ജീവിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് എന്ന് വെച്ചാൽ കഴിയുമായിരുന്നു. വെരി സിമ്പിൾ അല്ലേ? കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി നമുക്ക് ഈ കുഡ് ഹാവ് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഹി കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഹി ഡിസൈഡഡ് നോട്ട് ടു ഗോ. അവന് പോകാൻ കഴിയുമായിരുന്നു, പാർട്ടിക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ അവന് തീരുമാനിച്ചു പോകണ്ട എന്ന് തീരുമാനിച്ചു. ചിലപ്പോൾ അവന് പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ അവൻ പോകണ്ട എന്ന് തീരുമാനിച്ചു. ഹി കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. കുഡ് ഹാവ് ഗോൺ, പോകാൻ കഴിയുമായിരുന്നു. ഓക്കെ. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഐ ഡിസൈഡഡ് നോട്ട് ഗോ. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി, എനിക്ക് പോകാൻ കഴിയുമായിരുന്നു പാർട്ടിക്ക്, പക്ഷേ ഞാനെന്ത് ചെയ്തു? തീരുമാനിച്ചു, പോകണ്ട എന്ന് തീരുമാനിച്ചു. യു കുഡ് ടേൺ ഓഫ് യുവർ കമ്പ്യൂട്ടർ. നിനക്ക് നിൻ്റെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ കഴിയും.